അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള വൻ പദ്ധതിയുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ബഹാമസ് നിരസിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അത്തരമൊരു ഏറ്റെടുക്കാനുള്ള വിഭവശേഷി ഇല്ല എന്ന് ബഹാമിയൻ പ്രധാനമന്ത്രി ഫിലിപ്പ് ഡേവിഡ്സിന്റെ ഓഫീസ് അറിയിച്ചു. ജനുവരി 20-ന് അധികാരമേൽക്കുന്ന ട്രംപ് ദശലക്ഷക്കണക്കിന് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി കണക്കാക്കുന്നത് 2022 കണക്കനുസരിച്ച് 11 ദശലക്ഷത്തിൽ അധികം അനധികൃത ആളുകൾ യുഎസിൽ താമസിക്കുന്നു എന്നതാണ്. കുടിയേറ്റക്കാരെ അവരുടെ മാതൃരാജ്യങ്ങൾ തിരിച്ചെടുക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ അവരെ അയക്കൽ കഴിയുന്ന രാജ്യങ്ങളുടെ പട്ടിക ട്രംപിന്റെ ടീം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോയിക്കോസ് ദ്വീപുകൾ, പനാമ എന്നിവ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വൃത്തങ്ങൾ US വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു. അതേസമയം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അനധികൃത കുടിയേറ്റക്കാരെ സൈന്യത്തെ ഉപയോഗിച്ച് കൂട്ടമായി നാട് കടത്തും. വമ്പൻ നീക്കങ്ങളുമായായിരുന്നു ട്രംപ് ഭരണകൂടം നേരത്തെ രംഗത്ത് വന്നിരുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇതിനായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റ് ആദ്യമായി റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിർത്തി സുരക്ഷയ്ക്കും എമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിനും പ്രാഥമിക പരിഗണന നൽകുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന കാര്യം ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവരും ശിക്ഷിക്കപ്പെടുന്നവരും ആദ്യം പുറത്താക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഏകദേശം 4,25,000 പേരാണ് ആദ്യഘട്ടത്തിൽ നാടുകടത്തപ്പെടുക. കൂട്ട നാടുകടത്തലിലൂടെ ആകെ 10 മില്യണിലധികം പേരെ പുറത്താക്കിയെന്നും സൂചനകളാണ് പുറത്തു വന്നത്. ഇവരിലധികവും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ദേശീയ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഏകദേശം 300 ബില്യൺ മുതൽ $1 ട്രില്യൺ വരെ ഇതിനായി ചിലവ് വരുമെന്നാണ് കണക്കുകൂട്ടൽ ഉണ്ടായിരിക്കുന്നത്. മുൻ എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ചീഫായ ടോം മോഹന്റെ നേതൃത്വത്തിലാണ് ഇത് നടപ്പിലാക്കുക. അതേസമയം കാലിഫോർണിയ, ഇല്ലിനോയ്സ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഡെമോക്രാറ്റിക് ഗവർണർ ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ട നാടുകടത്തൽ പദ്ധതിയെ ചെറുക്കുമെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. നിർമ്മാണം, കൃഷി, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ലിബറലുകൾ നിരീക്ഷിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ആഞ്ഞടിച്ചിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ രക്തത്തിൽ വിഷം കലർത്തുന്ന വിദേശികൾ എന്നാണ് ട്രംപ് ആരോപിച്ചത്. അതേസമയം ഇക്കാര്യത്തിലെ തന്റെ പദ്ധതികൾ എന്തെന്ന് ട്രംപ് ഇപ്പോഴാണ് വ്യക്തമാക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും നാടുകടത്താൻ സൈന്യത്തെയും ഉപയോഗിക്കും. അതിവേഗത്തിൽ സുഗമമായ രീതിയിൽ കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നാണ് പുതിയ ട്രംപ് ഭരണകൂടം അമേരിക്കൻ സൈന്യത്തെയും ഉപയോഗിക്കുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പിൽ ഉടനീളം തന്നെ കുടിയേറ്റം വലിയ വിഷയമായിരുന്നു. താൻ അധികാരത്തിലെത്തിയാൽ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നും ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതിനു പിന്നാലെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ സത്യമെന്ന് മറുപടി നൽകിയാണ് ട്രംപ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള 4,25,000 അനധികൃത കുടിയേറ്റക്കാരെ ആദ്യം നാടുകടത്തുകയും ട്രംപ് ഭരണകൂടം പൊതുസുരക്ഷയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും മുൻഗണന നൽകുമെന്നും വലതുപക്ഷ നേതാവായ ടോം മോഹൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. കുടിയേറ്റക്കാരെ നാടുകടത്തില്ല എന്ന് ഡെമോക്രാറ്റിക് ഗവർണർമാരുടെ നിലപാടിനെതിരെയാണ് ടോം മോഹൻ രംഗത്തെത്തിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.